ഹായ്, ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എല്ലാവരും ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന ചാപ്റ്റർ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വിലയിരുത്താൻ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. എല്ലാ സബ്ജക്റ്റിനും ഓരോ യൂണിറ്റ് അവസാനിക്കുമ്പോഴും അതിൻ്റെ അവസാനം ലെറ്റസ് അസസ് എന്ന് പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഓരോ യൂണിറ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിലൂടെ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ സമവാക്യങ്ങൾ അറിയാം, പിന്നെ ആ ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള ആശയങ്ങൾ നിങ്ങൾ എങ്ങനെയൊക്കെ ഉൾക്കൊണ്ടു, അതിനെയൊക്കെ അളക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വിലയിരുത്താൻ ചോദ്യങ്ങൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും അവസാനം തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ആ ചാപ്റ്ററിൽ നിന്ന് നല്ല മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുകയും ചെയ്യും. എക്സാമിന് ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് ലെറ്റസ് അസസിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബോർഡിൽ എഴുതുന്നില്ല. എല്ലാവരും ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ആൻസർ ബോർഡിൽ എഴുതും. ബോർഡിൽ എഴുതിയതിനു ശേഷം ആ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ആംപെയറേജ് കറക്റ്റ്ലി. റൈറ്റ് ഡൗൺ ദ ആംപെയറേജ് ഓഫ് ദ ഫ്യൂസ് വയർ that are currently available in the market. Question ഒന്നുകൂടെ വായിക്കാം. Fuse wire is to be used by understanding the amperage correctly. Write down the amperage of the fuse wire that are currently available in the market. അപ്പോൾ ഈ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ നമുക്ക് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് അതിൻ്റെ ആശയം എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം. അതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം. പ്രത്യേകിച്ച് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവുന്നവരെ നമ്മൾ വായിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യനകത്ത് ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണോ അത് നമ്മൾ എഴുതുന്ന പേപ്പറിലേക്ക് പകർത്താൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ആംപെയറേജ് കറക്റ്റ്ലി. അപ്പം ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഫ്യൂസ് വയർ എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്യൂസ് വയർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആംപെയറേജിനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്യൂസ് വയർ ഈസ് ടു ബി യൂസ്ഡ് ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ആംപെയറേജ് കറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഫ്യൂസ് വയർ വൈദ്യുത സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആംപെയറേജിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് റൈറ്റ് ഡൗൺ ദ ആംപെയറേജ് ഓഫ് ദ ഫ്യൂസ് വയർ ദാറ്റ് ആർ കറന്റ്ലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായ ഫ്യൂസ് വയറിൻ്റെ ആംപെയറേജ് എത്രയാണ്, അതിൻ്റെ വാല്യൂസ് എത്രയാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതായത് റൈറ്റ് ഡൗൺ ദ ആംപെയറേജ് ഓഫ് ദ ഫ്യൂസ് വയർ ദാറ്റ് ആർ കറന്റ്ലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായ ഫ്യൂസ് വയറുമായി അല്ലെങ്കിൽ ഫ്യൂസ് വയറിൻ്റെ ആംപെയറേജ് എത്രയാണെന്നാണ്, ആംപെയറേജ് വാല്യൂസ് എത്രയാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു.
ഞാനിത് എൻ്റെ ആൻസർ ബോർഡിൽ എഴുതിയതിന് ശേഷം ആ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: intensity of electric current differs from one device to another. Hence, we use phase wires. Phase wire firstly we have to understand amperage. Intensity of electric current differs from one device to another. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് ആകുമ്പോൾ അതിനകത്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സർക്യൂട്ട് ആവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. എല്ലാ ഉപകരണങ്ങളുടെയും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത് ഒരുപോലെയല്ല. കാരണം എല്ലാ ഉപകരണത്തിൻ്റെയും പവർ ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ ഒരു ഉപകരണത്തിൽ നിന്ന് അടുത്തേക്ക് പോകുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ നല്ലതുപോലെ വേരിയേഷൻസ് കാണാൻ സാധിക്കും. സോ വി യൂസ് ഫീസ് വെയർ ഫസ്റ്റ്ലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആംപേരേജ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫീസ് വെയർ ഉപയോഗിക്കുന്നതിന് മുൻപ് ആ ഫീസ് വെയറിന്റെ ആംപേരേജ് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഏതൊരു ഫീസ് വെയർ ആയാലും അത് ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ അതിന്റെ ആംപേരേജ് എത്രയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ ആ ഫീസ് വെയർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ഉപകരണങ്ങളിലും ഇലക്ട്രിക് കറണ്ടിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത ഒരുപോലെയല്ല. സോ ഇവിടെ ഒരു ടേം ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് ആംപേരേജ്. ആംപേരേജ് എന്താണെന്ന് നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെയാണ് പറയുന്നത്. ആംപേരേജ് എന്നാണ് പറയുന്നത്. ഇനി ആംപേരേജ് എന്താണെന്ന് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ യൂണിറ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ആംപേരേജ് ഈസ് എ റേഷ്യോ ഓഫ് പവർ ഓഫ് ആൻ equipment to voltage applied. Amperage is a ratio of power of an equipment to voltage applied. അതായത് ഒരു ഉപകരണത്തിന്റെ പവറും ആ ഉപകരണത്തിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അനുപാതത്തെയാണ് ആംപേരേജ് എന്ന് പറയുന്നത്. അപ്പം ആംപേരേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പവർ ഓഫ് ആൻ equipment to voltage applied. ഒരു ഉപകരണത്തിന്റെ പവറും ആ ഉപകരണത്തിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് തമ്മിലുള്ള റേഷ്യോ ആണ് ആംപേരേജ്. ആംപേരേജിനെ നമ്മൾ സാധാരണയായിട്ട് വലിയ അക്ഷരം ഐ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനെയാണ് ഇക്വേഷനാക്കി എഴുതിയിരിക്കുന്നത്. സോ ഐ ഈസ് ഈക്വൽ ടു പി ബൈ വി. പി എന്ന് പറയുന്നത് ആ ഉപകരണത്തിന്റെ പവർ ആണ്. വി എന്ന് പറയുന്നത് ആ ഉപകരണത്തിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു: റൈറ്റ് ഡൗൺ ദ ആംപേരേജ് ഓഫ് ദ ഫീസ് വെയർ ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിൽ കിട്ടുന്ന ഫീസ് വെയറിന്റെ ആംപേരേജ് എന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആണ് എഴുതിയിരിക്കുന്നത്: ആംപേരേജ് ഓഫ് ദ ഫീസ് വെയർ ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ആർ 0.1 ആംപെയർ, 0.2 ആംപെയർ, 0.5 ആംപെയർ, 1.5 ആംപെയർ. ഇങ്ങനെ അപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഫീസ് വെയറിന്റെ ആംപേരേജ് എന്ന് പറയുന്നത് ഈ വാല്യൂസിലുള്ള ഫീസ് വെയർ ആയിരിക്കും. 0.1 ആംപെയർ, 0.2 ആംപെയർ, 0.5 ആംപെയർ, 1.5. പിന്നെ ഉണ്ട്, ഞാൻ 4 എഴുതുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ മെയിൻ ആയിട്ടുള്ള ആൻസർ ഇതാണ്: 0.1 ആംപെയർ, 0.2 ആംപെയർ, 0.5 ആംപെയർ, 1.5 ആംപെയർ. ആംപെയർ എന്ന് പറയുന്നത് ആ ഫീസ് വെയറിന്റെ ആംപെയറേജിന്റെ യൂണിറ്റ് ആണ്. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ടൈപ്പ് ചോദ്യമാണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമേ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ആ സ്റ്റേറ്റ്മെന്റിനെ 4 പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഒന്ന് വായിക്കാം. 0.5 ആംപെയർ കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ
electric heating device connected to 230 volt supply. 0.5 ampere current flows through an electric heating device connected to 230 volt supply. അതായത് ഒരു 230 വോൾട്ട് സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വൈദ്യുത താപന ഉപകരണത്തിലൂടെ 0.5 ആംപെയർ വൈദ്യുതി ഒഴുകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്ത് ABCD അങ്ങനെ 4 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് A പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇൻ 5 മിനിറ്റ് ഈസ്. ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്. അതായത് 5 മിനിറ്റ് സമയത്തേക്ക് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവാണ് നമുക്ക് A പാർട്ട് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. അതിന് അവർ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ 5 കൂളം, രണ്ടാമത്തെ ഓപ്ഷൻ 15 കൂളം, മൂന്നാമത്തെ ഓപ്ഷൻ 150 കൂളം, നാലാമത്തെ ഓപ്ഷൻ 1500 കൂളം. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 5 കൂളം, രണ്ടാമത്തെ ഓപ്ഷൻ 15 കൂളം, മൂന്നാമത്തത് 150 കൂളം, നാലാമത്തത് 1500 കൂളം. ഈ കൂളം എന്ന് പറയുന്ന ചാർജിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കൂളം. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് അത് ചെയ്തിട്ട് ഈ ഓപ്ഷനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. ഇനി അതിന്റെ B പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മച്ച് ഈസ് എ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എത്ര? അതാണ് B പാർട്ട് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈസ് എ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്, അതായത് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എത്ര. അടുത്ത C പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്. അതായത് സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് സമയത്തേക്ക് വൈദ്യുതി ഒഴുകുന്നുവെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതി ഒഴുകിയാൽ ആ സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്ര എന്നാണ് C പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത്. അടുത്ത D പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മച്ച് ഈസ് ദ പവർ ഓഫ് ദ ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു ദ സർക്യൂട്ട് ഇഫ് വി ഇഗ്നോർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് വയർ. അതായത് ഈ സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുത താപന ഉപകരണത്തിന്റെ പവർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ അവിടെ പറയുന്നുണ്ട് ഇഫ് വി ഇഗ്നോർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് വയർ എന്ന് പറയുമ്പോൾ സർക്യൂട്ട് വയറിന്റെ പ്രതിരോധത്തെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല, അതിനെ ഇഗ്നോർ ചെയ്യുകയാണ്, അവഗണിക്കുകയാണ്. സർക്യൂട്ട് വയറിന്റെ റെസിസ്റ്റൻസിന് യാതൊരു പ്രാധാന്യമില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ആ സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഹീറ്റിംഗ് ഡിവൈസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണത്തിന്റെ പവർ കണ്ടുപിടിക്കാനായിട്ടാണ് D പാർട്ട് ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഓരോ പാർട്ടായിട്ട് നമുക്ക് ചെയ്തു വരാം. അപ്പൊ നമുക്ക് A പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A പാർട്ട് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്. അതായത് 5 മിനിറ്റ് സമയം കൊണ്ട് സർക്യൂട്ടിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ ബോർഡിൽ എഴുതും, അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 5 മിനിറ്റ് സമയം കൊണ്ട് സർക്യൂട്ടിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ്. അപ്പൊ നമ്മൾ ഇതൊരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ ചാടിക്കേറി എഴുതാതെ ആ ചോദ്യകർത്താവ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിപ്പം ഫിസിക്സ് ആയാലും ശരി, മാത്സ് ആയാലും ശരി, മറ്റ് പ്രോബ്ലം ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ്. അത് ഇതേപോലെ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ പേപ്പറിൽ എഴുതണം. അപ്പം ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് കറണ്ടിന്റെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 0.5 ആംപെയർ ആണെന്ന്. സോ I സമം 0.5 ആംപെയർ. I നിങ്ങൾക്കറിയാം കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരമാണ് I. സോ I ഈസ് ഈക്വൽ ടു 0.5 ആംപെയർ എന്ന് എഴുതുന്നു. ഇനി ആ ഉപകരണം എത്ര വോൾട്ട് സപ്ലൈയുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് പറയുന്നത് 230 ആണ്, 230 ആണ്. അതുകൊണ്ട് തന്നെ വിന്റെ വാല്യൂ 230 വോൾട്ട് എന്ന് എഴുതുന്നു. V സമം. ഇനി ടൈം തന്നിരിക്കുന്നത് 5 മിനിറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. പക്ഷെ നമ്മൾ ടൈമിന്റെ ബേസിക് യൂണിറ്റ് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കുന്നത് സെക്കൻഡ് ആയതുകൊണ്ട് മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പം മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 5നെ 60 കൊണ്ട് ഗുണിക്കണം. കാരണം 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പൊ 5 മിനിറ്റ് എത്ര സെക്കൻഡ് ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 5നെ 60 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എത്രയെന്ന് കിട്ടും? 300 സെക്കൻഡ് എന്ന് കിട്ടും. 300 സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടും.
അപ്പൊ ടൈം എന്ന് പറയുന്നത് നമുക്ക് 300 സെക്കൻഡ് നമുക്ക് കിട്ടും. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റിയപ്പോൾ കിട്ടിയതാണ് 300 സെക്കൻഡ്. ഇനി നമുക്ക് ക്വസ്റ്റിനേക്ക് വരാം. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് അവർ ആവശ്യപ്പെട്ടേക്കുന്നത് ചാർജിന്റെ അളവ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ചാർജിന്റെ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് അറിയില്ല. പക്ഷെ ചാർജിന്റെ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് അല്ലെങ്കിൽ ചാർജിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ടിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് നമുക്ക് ചാർജിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ കറണ്ട് എന്താണ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. കറണ്ട് എന്ന് പറയുന്നത് ദി ഫ്ലോ ഓഫ് ചാർജസ് ഇൻ യൂണിറ്റ് ടൈം. അതായത് യൂണിറ്റ് സമയത്തിൽ ഒരു സർക്യൂട്ടിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ് വൈദ്യുതി അല്ലെങ്കിൽ കറണ്ട്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. സോ ഞാൻ ഐയുടെ ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നു Q/T. അതിൽ നിന്ന് ക്യൂവിന്റെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നു I/T. അതായത് ചാർജ് എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു അത് ഒഴുകാനെടുത്ത ടൈം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് Q=I/T. ഇനി ഐയുടെയും ടിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ അറിയാം. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം 0.5 × 300 എന്ന് കിട്ടും. അതിന്റെ ആൻസർ 150 കൂളം, അഥവാ 150 കൂളം എന്ന് നമുക്ക് ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു എ പാർട്ട് ക്വസ്റ്റിനകത്ത് അവർ 4 ഓപ്ഷൻസ് തന്നിരുന്നു. അതിനകത്ത് 3ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അപ്പൊ 150 കൂളമാണ് രണ്ടാമത്തെ രണ്ടിന്റെ എ പാർട്ടിന്റെ ആൻസർ. 150 കൂളം ആണ്. ഇനി നമുക്ക് അടുത്തത് ബി പാർട്ട് ക്വസ്റ്റിനേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, ഹൗ മച്ച് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അതായത് സർക്യൂട്ടിന്റെ പ്രതിരോധം എത്രയാണെന്നാണ് നമുക്ക് രണ്ടിന്റെ ബി പാർട്ട് എന്ന് പറയുന്ന ആ ചോദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഓംസ് ലോ നമുക്കറിയാം. ഇവിടെ ഇപ്പം ഈ ക്വസ്റ്റിനകത്ത് ഐയുടെ വാല്യൂയും വിന്റെ വാല്യൂയും അല്ലെങ്കിൽ ടൈമിന്റെ വാല്യൂ എല്ലാം ഉണ്ട്. അത് വെച്ചുകൊണ്ട് വേണം നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിയും ഐയും അറിഞ്ഞാൽ നമുക്ക് ആർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സർക്യൂട്ടിന്റെ വോൾട്ടേജും സർക്യൂട്ട് ഒഴുകുന്ന കറണ്ടിന്റെ അളവ് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓംസ് ലോയുടെ സമവാക്യം അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഓംസ് ലോയുടെ ആപ്ലിക്കേഷൻസും നമ്മൾ പഠിച്ചായിരുന്നു. ജൂൾസ് ലോ ഇന്ന് ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാനും അല്ലെങ്കിൽ ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. ഓംസ് ലോയുടെ സമവാക്യം എഴുതുക V=IR. ഇതിൽ നമ്മൾ ആറിന്റെ ഇക്വേഷൻ ഫോം ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, V/I എന്ന് എഴുതാം. വിന്റെ വാല്യൂ ഐയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റിനകത്ത് നിന്ന് കിട്ടും. അപ്പൊ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 230/0.5. അതിന്റെ ആൻസർ 460 ഓം അല്ലെങ്കിൽ 460 ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് 230.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. അപ്പൊ രണ്ടിന്റെ ബി പാർട്ടിന്റെ ആൻസർ 460 ഓം ആണ്. ഇത് നമുക്ക് ഓംസ് ലോ അനുസരിച്ചാണ് നമുക്ക് ഈ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സി പാർട്ട് ക്വസ്റ്റിലേക്ക് കടക്കാം. സി പാർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇതായിരുന്നു. അതായത് കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ഫോർ 5 മിനിറ്റ്. അതായത് 5 മിനിറ്റ് സമയത്തേക്ക് അല്ലെങ്കിൽ അത്രയും സമയം കൊണ്ട് സർക്യൂട്ടിലൂടെ വൈദ്യുതി ഒഴുകുന്നുവെങ്കിൽ ആ സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം ഹീറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെയും ആദ്യത്തെ രണ്ടിന്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമ്മൾ വാല്യൂസ് എടുത്തെഴുതണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തെഴുതണം. അപ്പൊ ഞാൻ അതേപോലെ എഴുതുന്നു. I=0.5 ആംപിയർ, V=230 വോൾട്ട്, T 5 മിനിറ്റ് ആണ്. സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 300 സെക്കൻഡ് എന്ന് കിട്ടും. ആറിന്റെ വാല്യൂ നമുക്ക് രണ്ടിന്റെ ബി പാർട്ടായിട്ട് കിട്ടിയായിരുന്നു 460 ഓം. അപ്പം ഇവിടെ നമ്മൾ നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിന്റെ അളവ് കണ്ടുപിടിക്കണമെങ്കിൽ ജൂൾസ് ലോ ഉപയോഗിക്കണം. കാരണം ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപവുമായി ബന്ധപ്പെട്ട ഒരു ലോ ആണ് ജൂൾസ് ലോ. ജൂൾസ് ലോയുടെ 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചതാണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. H=I²RT, രണ്ടാമത്തെ ഇക്വേഷൻ H=V²T/R, മൂന്നാമത്തെ ഇക്വേഷൻ H=VIT. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതിനകത്ത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ജൂൾസ് ലോയുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. അതിൽ നമ്മൾ ഓംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഡെറൈവ് ചെയ്തെടുക്കുന്ന 2 ഇക്വേഷൻസ് ആണ് H=V²T/R ഉം H=VIT.
അപ്പൊ നമുക്ക് ഇവിടെ അപ്പൊ ഈ തന്നിരിക്കുന്ന വാല്യൂസ് അനുസരിച്ച് ഈ 3 ഇക്വേഷൻസിനകത്ത് ഏതെങ്കിലും ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് എളുപ്പം കിട്ടും. ഇവിടെ ഐയും വിയും ടിയും ആറും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഐനെയും ആറിനെയും ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, I²RT. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് 3 കൂടെ ഗുണിച്ച് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പം H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഐയുടെ ആറിന്റെയും ടിയുടെ വാല്യൂ കൊടുക്കുക, അത് ഗുണിച്ച് എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ 34,500 ജൂൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇനി ഇതല്ല, ഇവിടെ വിയും കൂടെ തന്നിട്ടുണ്ട്. വിയും കൂടെ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാലും ഇതിന്റെ ആൻസർ ഇത് തന്നെ കിട്ടുന്നതാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? H=V²T/R. അപ്പൊ ഇതാണെങ്കിൽ പിന്നെ കുറച്ചും കൂടെ നമുക്ക് സമയമെടുക്കും, കാരണം ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഗുണിച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. പക്ഷെ ഇതാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഗുണിച്ചെഴുതാം. അതുകൊണ്ട് തന്നെ H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാനും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായ H=V²T/R അത് ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് ഇതേ ആൻസർ കിട്ടും. അല്ലെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ VIT ഇത് ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് ഇതേ ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള തോന്നുന്ന ഏതാണോ അത് ചെയ്യുക. അപ്പം രണ്ടിന്റെ സി പാർട്ടിന്റെ ആൻസർ 34,500 ജൂൾ താപമായിരിക്കും ആ സർക്യൂട്ടിൽ ഉത്പാദിപ്പിക്കുക. അപ്പൊ നമ്മൾ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോബ്ലം ചോദിച്ചാലും, നിങ്ങൾ ഒന്നാമത്തെ യൂണിറ്റിൽ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പം ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ 3 ഇക്വേഷൻസിനകത്ത് ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമ്മുടെ ആൻസറിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ സാധിക്കും. അത് നിങ്ങൾ തന്നെ അത് തിരഞ്ഞെടുക്കേണ്ട കാര്യമാണ്. തന്നിരിക്കുന്ന വാല്യൂസുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിൽ വരും, ആ ഇക്വേഷൻ ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഇനി നമുക്ക് രണ്ടിന്റെ ഡി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നാലാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ മച്ച് ഈസ് ദ പവർ ഓഫ് ദ ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു ദ സർക്യൂട്ട് ഇഫ് വി ഇഗ്നോർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് വയർ എന്ന് പറയുമ്പോൾ ഈ സർക്യൂട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുത താപന ഉപകരണത്തിന്റെ പവർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ സർക്യൂട്ട് വയറിന്റെ റെസിസ്റ്റൻസ് ഒന്നും പരിഗണിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇലക്ട്രിക് പവർ എന്ന് പറയുന്ന സെക്ഷനിൽ ഇലക്ട്രിക് പവർ എന്താണെന്നും പവറുമായി ബന്ധപ്പെട്ട 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നതാണ്. ഞാൻ അങ്ങനെ അതാണ് ഇവിടെ എഴുതിയത്. പവറിന്റെ നിങ്ങൾ പഠിച്ച അതേ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, P=VI. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ് ഓൾറെഡി. സോ നമ്മൾ ആ ഇക്വേഷൻ തന്നെ ഇവിടെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ ഉപയോഗിക്കുന്നു. അപ്പൊ P=VI. വിയുടെ സ്ഥാനത്ത് ഐയുടെ സ്ഥാനത്ത് വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ 115 വാട്ട് എന്ന് കിട്ടും. അതായത് 115 വാട്ട് എന്ന് ആൻസർ കിട്ടും. വാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം W ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ 115 വാട്ട് എന്ന് കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും അതിന്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ചില കുട്ടികൾ യൂണിറ്റ് എഴുതാതെ വാല്യൂ മാത്രം എഴുതുന്നത് കാണാം. അങ്ങനെയല്ല, ഒരു ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഉത്തരത്തിനോടൊപ്പം യൂണിറ്റ് കൂടെ കൊടുത്തിരിക്കണം. ഇങ്ങനെ നമ്മൾ 2 വര അടിയിൽ ഇടുകയും വേണം. കാരണം നമ്മൾ വൃത്തിയായിട്ട് എഴുതുന്നതിനൊക്കെ പ്രത്യേകം മാർക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ജൂൾസ് ലോ the heat generated due to the flow of current is H=I²RT. Will the heat developed increase on increasing the resistance without changing the voltage? Explain. According to Joule's law, the heat generated due to the flow of current is H=I²RT. അതായത് നമ്മൾ ജൂൾസ് ലോ അനുസരിച്ച് ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ സർക്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, H=I²RT. അത് അവരങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വിൽ ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻക്രീസ് ഓൺ ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ്. അതായത് വോൾട്ടേജില് കാര്യമായ മാറ്റം വരുത്താതെ, അല്ലെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ
ആ അവസ്ഥയിൽ റെസിസ്റ്റൻസ് കൂട്ടിയാൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് കൂടുമോ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. വിൽ ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻക്രീസ് ഓൺ ഇൻക്രീസിംഗ് റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പം അവിടുത്തെ വോൾട്ടേജ് മാറ്റുന്നില്ല, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് കൂടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ എഴുതിയതിനു ശേഷം അത് വിശദീകരിച്ച് തരാം. ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. ഹീറ്റ് ഡെവലപ്ഡ് വിൽ നോട്ട് ഇൻക്രീസ് ബിക്കോസ് അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് heat decreases on increasing the resistance. That is, H is inversely proportional to R at a constant voltage. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോൺസ്റ്റന്റ് വോൾട്ടേജിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കൂട്ടിയാൽ അവിടുത്തെ ഹീറ്റ്, അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെങ്കിൽ താപം കൂടുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഹീറ്റ് ഡെവലപ്ഡ് വിൽ നോട്ട് ഇൻക്രീസ്, അതായത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നില്ല. കാരണം അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഹീറ്റ് ഡിക്രീസസ് ഓൺ ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഈ റിലേഷൻ അനുസരിച്ചാണ്. അതായത് എച്ച് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ആണ്. അതായത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റും പ്രതിരോധവും വിപരീത അനുപാതത്തിലാണ്. അങ്ങനെ വിപരീത അനുപാതത്തിലായതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കുറയും. പക്ഷേ കണ്ടീഷൻ ഇതാണ്, അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ്. വോൾട്ടേജ് മാറ്റം വരരുത്. വോൾട്ടേജ് ചേഞ്ച് ചെയ്യാതെ നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ ഹീറ്റ് കുറയുന്നു, ഒരിക്കലും ഹീറ്റ് കൂടത്തില്ല. അതിന്റെ മെയിൻ കാരണം ഇതാണ്, ഈ റിലേഷനാണ് കാരണം. ഹീറ്റും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിപരീത അനുപാതത്തിലായിരിക്കും. എപ്പോഴാണ്? അറ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ്. വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ പ്രതിരോധവും താപവും വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, നമുക്കിനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം എന്ന് പറയുന്നത്, ദ ടേബിൾ ഷോസ് ഡീറ്റെയിൽസ് ഓഫ് ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് ഡിസൈൻ ടു വർക്ക് ഇൻ 230 വോൾട്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കാൽക്കുലേറ്റിംഗ് ദ ചേഞ്ച് ഇൻ ദ ഹീറ്റ് ആൻഡ് പവർ ഓൺ ചേഞ്ചിങ് ദ വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ് ആൻഡ് അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. അതായത് ഞാനൊരു ടേബിൾ ബോർഡിൽ വരയ്ക്കും. നിങ്ങളുടെ പുസ്തകത്തിനകത്തുള്ള അതേ ടേബിൾ തന്നെയാണ്. ആ ടേബിള് വരച്ചതിന് ശേഷം അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഈ ടേബിളിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത താപന ഉപകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ആ ടേബിളിൽ നമുക്ക് കൊടുത്തേക്കുന്നത്. അല്ലെ, അതാണ് പൂരിപ്പിക്കേണ്ടത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കാൽക്കുലേറ്റിംഗ് ദ ചേഞ്ച് ഇൻ ദ ഹീറ്റ് ആൻഡ് പവർ ഓൺ ചേഞ്ചിങ് ദ വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. അതായത് ആ പട്ടിക പൂർത്തീകരിക്കണം. എങ്ങനെയാ പൂർത്തീകരിക്കേണ്ടത്? കാൽക്കുലേറ്റിംഗ് ദ ചേഞ്ച് ഇൻ ദ ഹീറ്റ്, അതായത് ഹീറ്റിനുണ്ടായ മാറ്റം എത്ര, ആൻഡ് പവർ ഓൺ ചേഞ്ചിങ് ദ വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. അതായത് റെസിസ്റ്റൻസും വോൾട്ടേജും പവറിനെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വോൾട്ടേജിനും റെസിസ്റ്റൻസിനും ചേഞ്ച് വന്നപ്പോൾ അത് പവറിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആ ടേബിളിനെ ബേസ് ചെയ്ത് പൂരിപ്പിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ടേബിൾ ബോർഡിൽ വരയ്ക്കും, അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ചെയ്യേണ്ടത് ഈ ടേബിള്, അതായത് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടേബിള് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ്സ് ഇതാണ്. ഒന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, അതായത് പ്രവർത്തിക്കുന്ന വോൾട്ടേജ്. രണ്ടാമത്തെ ഹെഡിങ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്, ഉപകരണത്തിന്റെ പ്രതിരോധം, അതിനെ R എന്ന് ഡിനോട്ട് ചെയ്യും. കറണ്ട് ഫ്ലോവിംഗ് ഇൻ ദ ഡിവൈസ്, അതായത് ഉപകരണത്തിൽ ഒഴുകുന്ന കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി എത്ര, അത് കണ്ടുപിടിക്കണം. I=V/R ഈ സമവാക്യം ഉപയോഗിച്ച്. പിന്നെ ഹീറ്റ് ജനറേറ്റഡ് പെർ സെക്കൻഡ്, പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എത്ര. അപ്പോൾ ഇവിടുത്തെ ടൈം 1 സെക്കൻഡ് ആണ്. പിന്നെ പവർ ഗിവൻ ബൈ ദ ഡിവൈസ്, അതായത് ഉപകരണം നൽകുന്ന പവർ, അത് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. P=VIO അല്ലെങ്കിൽ P=H/T. പിന്നെ റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ പവർ, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന പവറിൽ ചേഞ്ച് വരാനുള്ള കാരണം ഇവിടെ എഴുതണം. ഒന്നാമത് അവർ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിനകത്ത്. അതായത് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്
230 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്, ഉപകരണത്തിന്റെ പ്രതിരോധം 57.5 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിവൈസിൽ ഒഴുകുന്ന കറണ്ട് V/R ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൻസർ 4 ആംപിയർ എന്ന് കിട്ടും. ഇവിടെ V തന്നിട്ടുണ്ട് 230, R തന്നിട്ടുണ്ട് 57.5. അപ്പോൾ 230നെ 57.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4 ആംപിയർ എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ്, ഹീറ്റ് ജനറേറ്റഡ് പെർ സെക്കൻഡ് ആണ്. അത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം T എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. H സമം VIT ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ വിയുടെ, ഐയുടെയും ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആൻസർ 920 ജൂൾ എന്ന് കിട്ടും. അടുത്തത് പവർ ഗിവൻ ബൈ ദ ഡിവൈസ്, അതായത് ഉപകരണം നൽകുന്ന പവർ ആണ്. അത് രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കുക, ഒന്നുകിൽ VI ഉപയോഗിക്കുക അല്ലെങ്കിൽ H/2 ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആൻസർ 920 വാട്ട് എന്ന് കിട്ടും. ഇനി റീസൺ ഫോർ ദ ചേഞ്ച് ഇൻ പവർ, അത് ഞാൻ പറയാം, ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്തിട്ട് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഇനി രണ്ടാമത്തെ നോക്കാം. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 230 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ് 115 ഓം ആണ്. അതായത് ആദ്യത്തെ കേസിൽ റെസിസ്റ്റൻസ് 57.5 ആയിരുന്നു. ഇപ്പൊ റെസിസ്റ്റൻസ് അല്പം കൂടെ കൂട്ടി 115 ഓം ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കറണ്ട് കണ്ടുപിടിക്കുന്ന നമുക്ക് കിട്ടുന്ന ആൻസർ 2 ആംപിയർ എന്ന് കിട്ടും. കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, 230നെ 115 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആൻസർ 2 ആംപിയർ എന്ന് കിട്ടും. ഇനി ഹീറ്റ് ജനറേറ്റഡ് പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ അവിടെ ഉണ്ടായ ഹീറ്റ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി VIT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ആൻസർ 460 ജൂൾ എന്ന് കിട്ടും. ഇനി പവർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 460 വാട്ട് എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ പൂരിപ്പിക്കാൻ നമുക്ക് കിട്ടുക. ഇനി മൂന്നാമത്തത് നോക്കുക. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് മാറ്റുന്നില്ല, 230 തന്നെയാണ്. ഡിവൈസിന്റെ റെസിസ്റ്റൻസ് 230 തന്നെയാണ് ഓം. വീണ്ടും 115 വീണ്ടും കൂട്ടി 230 ആക്കി. അപ്പോഴുള്ള കറണ്ട് കണ്ടുപിടിക്കുന്നു. അപ്പൊ നമുക്ക് 1 ആംപിയർ എന്ന് കിട്ടും. ഇനി അവിടെ ഉണ്ടാകുന്ന ഹീറ്റിന്റെ അളവ് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 230 എന്ന് കിട്ടും. ഇനി പവർ കണ്ടുപിടിക്കുമ്പം 230 വാട്ട് എന്നും കിട്ടും. വളരെ എളുപ്പമാണ്. ഇക്വേഷനകത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഈ രണ്ടെണ്ണം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് പവറിനുണ്ടായ മാറ്റത്തിന്റെ കാരണം പറയാം. അടുത്തത് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, നാലാമത്തത് 115 V ആണ്. റെസിസ്റ്റൻസ് 57.5 ആണ്. അത് കണ്ടുപിടിക്കുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ എന്ന് കിട്ടും. അടുത്ത ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറയുന്നത് 230 ജൂൾ എന്ന് കിട്ടും. പവർ എന്ന് പറയുന്നത് 230 വാട്ട് എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് വൺ വീണ്ടും നോക്കാം. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 460 V ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 57.5 ഓം ആണ്. കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 8 ആംപിയർ എന്ന് കിട്ടും. അവിടെ ഉണ്ടാകുന്ന ഹീറ്റിന്റെ അളവ് കണ്ടുപിടിക്കാൻ പറയുന്നു. അത് 3680 ജൂൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇനി അടുത്ത് പവർ ആണ്. പവർ എന്ന് പറയുന്നത് 3680 വാട്ട് എന്ന് കിട്ടും. അപ്പൊ നോക്കുക, നമ്മള് എല്ലാ റോസും എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ 3 കേസിൽ വോൾട്ടേജ് മാറ്റുന്നില്ല, 230 തന്നെയാണ്. റെസിസ്റ്റൻസ് മാത്രമേ മാറ്റുന്നുള്ളൂ. 57.5 ആയിരുന്നു ആദ്യമേ, പിന്നെ അത് 115 ആയി, പിന്നെ അത് 230 ഓം ആയി. അപ്പോൾ ഇവിടെ പവറിനുണ്ടാകുന്ന വേരിയേഷൻ എന്താണ്? ആദ്യമേ പവർ 920 വാട്ട് എന്ന് കിട്ടി, പിന്നെ പവർ എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. രണ്ടാമത്തെ കേസിൽ 460 വാട്ടായി, മൂന്നാമത്തെ കേസിൽ 230 വാട്ടായി. എന്ന് പറയുമ്പോൾ ആദ്യം 920 വാട്ട് കിടന്ന പവർ റെസിസ്റ്റൻസ് കൂട്ടിയപ്പോൾ അതിന്റെ പകുതിയായി. വീണ്ടും റെസിസ്റ്റൻസ് കൂട്ടിയപ്പോൾ വീണ്ടും ഇതിന്റെ പകുതിയായി, അല്ലെങ്കിൽ 920ന്റെ 4 മടങ്ങായിട്ട് കുറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു വേരിയേഷൻ വന്നത്? ഇവിടെ വോൾട്ടേജ് മാറ്റിയില്ല, പക്ഷെ നമ്മൾ എന്ത് മാറ്റി? റെസിസ്റ്റൻസ് മാറ്റി. അതാണ് ഈ 3 കേസിലും പവർ മാറാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഈ കോളത്തിൽ എഴുതേണ്ടത്, ആദ്യത്തെ 3 കോളത്തിൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് എഴുതുക.
അപ്പം ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്ന് ആദ്യത്തെ 3 കോളത്തിൽ എഴുതണം. ഞാനിപ്പം ഒന്നാമത്തെ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്. ബാക്കി 2 കോളങ്ങൾ അത് തന്നെ എഴുതേണ്ടതായതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇങ്ങനെ 2 സിമ്പിൾ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇത് തന്നെയാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി 4-ാമത്തെയും 5-ാമത്തെയും നോക്കുക. 4-ാമത്തെ കേസിൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 115 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് 57.5 ആണ്. അതേപോലെ അടുത്ത ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 460 വോൾട്ട് ആക്കി, പക്ഷെ റെസിസ്റ്റൻസ് മാറ്റിയില്ല, 57.5 ആക്കി. ഈ 4ഉം 5ഉം കേസിൽ പവർ നോക്കുമ്പോൾ എന്താ സംഭവിച്ചേ? കൂടി. 230 ആയിരുന്നു, അത് 3280 ആയിട്ട് കൂടി. അതിന്റെ കാരണം എന്തായിരിക്കും? ഇവിടെ റെസിസ്റ്റൻസ് നമ്മൾ മാറ്റിയില്ല, പക്ഷെ നമ്മൾ വോൾട്ടേജ് കൂട്ടി. വോൾട്ടേജ് കൂട്ടിയപ്പോൾ അതിനനുസരിച്ച് പവർ കൂട്ടി. അപ്പൊ 4ഉം 5ന്റെയും കേസിൽ പവറിനുണ്ടാകുന്ന വേരിയേഷന്റെ കാരണം എന്താണ്? ഇൻക്രീസ് ദ വോൾട്ടേജ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോൾട്ടേജ്. അപ്പൊ 4-ാമത്തെയും 5-ാമത്തെയും കേസിൽ പവർ മാറ്റം വരാനുള്ള കാരണം അവിടെ വോൾട്ടേജ് മാറ്റിയതുകൊണ്ടാണ്. 1ഉം 2ഉം 3ഉം കേസിൽ പവർ മാറാനുള്ള കാരണം റെസിസ്റ്റൻസിലുണ്ടായ മാറ്റമാണ്. അപ്പൊ ഇതാണ് ടേബിള് നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇനി ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മളിപ്പം ഫില്ല് ചെയ്ത ടേബിളിനെ അടിസ്ഥാനമാക്കി 3 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡസ് ദ വോൾട്ടേജ് അണ്ടർ വിച്ച് എ ഡിവൈസ് വർക്ക് അഫക്റ്റ് ഇറ്റ്സ് ഫംഗ്ഷനിങ്? ഹൗ ഡസ് ദ വോൾട്ടേജ് അണ്ടർ വിച്ച് എ ഡിവൈസ് വർക്ക് അഫക്റ്റ് ഇറ്റ്സ് ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണം പ്രവർത്തിക്കുന്ന വോൾട്ടേജ് അതിന്റെ പവറിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഹൗ ഡസ് ദ വോൾട്ടേജ് അണ്ടർ വിച്ച് എ ഡിവൈസ് വർക്ക് അഫക്റ്റ് ഇറ്റ്സ് ഫംഗ്ഷനിങ്. അതായത് ഉപകരണം പ്രവർത്തിക്കുന്ന വോൾട്ടേജ് അതിന്റെ പവറിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പം അതിന്റെ എ പാർട്ടിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. വോൾട്ടേജ് ഇൻക്രീസസ്, പവർ ഇൻക്രീസസ്. നമ്മൾ ടേബിളിൽ കണ്ടായിരുന്നു തന്നെയാണ്. അതായത് നിങ്ങൾ ടേബിളിൽ 4-ാമത്തെയും 5-ാമത്തെയും കേസ് നോക്കുക. അവിടെ 115 വോൾട്ടിൽ നിന്ന് 460 വി ആക്കിയപ്പോൾ പവർ എന്ത് ചെയ്തു? ഒരുപാട് കൂടി. 230 പിന്നെ വാട്ടിൽ കിടന്ന പവർ 3680 ആയിട്ട് കൂടിയതായിട്ട് നമ്മൾ കണ്ടു. അതിന്റെ കാരണം എന്താണ്? അവിടെ നമ്മൾ റെസിസ്റ്റൻസ് മാറ്റിയില്ല, പക്ഷെ വോൾട്ടേജ് മാറ്റി. അതാണ് വോൾട്ടേജ് ഇൻക്രീസസ്, പവർ ഇൻക്രീസസ്. വോൾട്ടേജ് കൂടുമ്പോൾ പവർ കുറയും, വോൾട്ടേജ് കുറയുമ്പോൾ പവർ കുറയും. വോൾട്ടേജ് കൂടുമ്പോൾ പവർ കൂടും, വോൾട്ടേജ് കുറയുമ്പോൾ പവർ കുറയും. ഇതാണ് എ പാർട്ടിന്റെ ആൻസർ. ഇനി 4-ാമത്തെ ക്വസ്റ്റിന്റെ ബി പാർട്ടിന്റെ ആൻസറിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു പവർ ഓൺ ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ്? വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു പവർ ഓൺ ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ്? അതായത് നമ്മൾ വോൾട്ടേജ് മാറ്റാതെ റെസിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ പവറിൽ എന്ത് സംഭവിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ചേഞ്ച് ഹാപ്പൻസ് ടു പവർ ഓൺ ഇൻക്രീസിംഗ് റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ്? അതായത് വോൾട്ടേജ് മാറ്റാതെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം കൂട്ടുമ്പോൾ പവറിൽ എന്ത് സംഭവിക്കും? അതിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ആൻസർ ഇതാണ്: പവർ ഡിക്രീസസ്. പവർ എന്ത് ചെയ്യും? കുറയും. അപ്പൊ വോൾട്ടേജ് മാറ്റാതെ നമ്മൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ എന്ത് ചെയ്യും? കുറയും. അത് നമ്മൾ ടേബിളിനകത്ത് ആദ്യത്തെ 3 കേസ് നോക്കിയാൽ മതി. ആദ്യത്തെ 3 കേസിൽ നമ്മൾ വോൾട്ടേജ് മാറ്റുന്നില്ലായിരുന്നു, എല്ലാം 230 വോൾട്ട് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ റെസിസ്റ്റൻസ് മാറ്റം വന്നു. അങ്ങനെ റെസിസ്റ്റൻസിന് മാറ്റം വന്നപ്പോൾ പവർ എന്ത് ചെയ്തു? പവർ മാറി. അപ്പൊ അതാണ് റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് പവർ എന്ത് ചെയ്യും? കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ പവർ എന്ത് ചെയ്യും? കൂടും. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ചേഞ്ച് ഈസ് ടു ബി ബ്രോട്ട് അബൌട്ട് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ് ഡിവൈസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദിയർ പവർ? അപ്പോൾ വാട്ട് ചേഞ്ച് ഈസ് ടു ബി ബ്രോട്ട് അബൌട്ട് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ഹീറ്റിംഗ് ഡിവൈസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദിയർ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഒരുപാട് വൈദ്യുത താപന ഉപകരണങ്ങൾ, ഹീറ്റിംഗ് ഡിവൈസുകൾ ഉപയോഗിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഉപകരണത്തിന്റെ പവർ കൂട്ടാൻ വേണ്ടി ഇത്തരം ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തണമെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഇവിടെ എഴുതിയതിനു ശേഷം പറയാം. ആൻസർ: യൂസ് കണ്ടക്ടർ ഓഫ് സ്യൂട്ടബിൾ മെറ്റീരിയൽ. അതായത് അനുയോജ്യമായ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ചാലകം ഉപയോഗിക്കുക. യൂസ് തിക്ക് വയർ, അതായത് വളരെ തിക്കായിട്ടുള്ള വയർ ഉപയോഗിക്കുക. യൂസ് കണ്ടക്ടർ ഓഫ് സ്മോൾ ലെങ്ത്, അതായത് നീളം കുറഞ്ഞ
കണ്ടക്ടർ ഉപയോഗിക്കുക. യൂസ് കണ്ടക്ടർ ഓഫ് സ്മാൾ ലെങ്ത്, അതായത് ലെങ്ത് കുറഞ്ഞ അല്ലെങ്കിൽ ചെറിയ നീളമുള്ള കണ്ടക്ടർ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ വൈദ്യുത താപന ഉപകരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പവർ കൂട്ടുന്ന രീതിയിൽ നിർമ്മിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, യൂസ് കണ്ടക്ടർ ഓഫ് suitable മെറ്റീരിയൽ, യൂസ് തിക്ക് വയർ, യൂസ് കണ്ടക്ടർ ഓഫ് സ്മോൾ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.